തിരുവചനവർഷം തിരുവചനവർഷം വചനവർഷം തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ വചനമാരി പൊഴിക്കണേ ദൈവമേ, തിരുവചനമാക്കി തീർക്കണേ എന്നെയും. നമ്മളുടെ ക്ലാസ്സിൻ്റെ 4ാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഇന്ന് ആരംഭിക്കുന്നത്. ആരംഭത്തിൽ ശീർഷകവാക്യം വിശദീകരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ആ ശീർഷകവാക്യത്തിൽ യേശുവിന് 2 ടൈറ്റിൽസാണ് കൊടുത്തിരിക്കുന്നത്. ക്രിസ്തു എന്ന ടൈറ്റിലും ദൈവപുത്രൻ എന്ന ടൈറ്റിലും. ഈ 1ാമത്തെ ടൈറ്റിൽ, ക്രിസ്തു എന്ന ടൈറ്റിലിനെ പറ്റിയുള്ള പഠനമാണ് 1ാം ഭാഗം, സുവിശേഷത്തിൻ്റെ 1ാം ഭാഗം. ആ 1ാം ഭാഗം അവസാനിക്കുകയാണ് ഇവിടെ 28ാം അധ്യായത്തിൻ്റെ 29ാം വാക്യത്തിൽ. അപ്പോൾ അതിൻ്റെ അവസാനത്തിന് മുൻപായി യേശു തന്നെ ഒന്ന് ഡിഫൈൻ ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ശിഷ്യന്മാരോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നത്. യേശു ചോദിച്ചു, ആളുകൾ എന്നെപ്പറ്റി എന്താണ് പറയുന്നത്? ശിഷ്യന്മാർ പറഞ്ഞു, നീ സ്നാപക യോഹന്നാൻ എന്ന് പറയുന്നവരുണ്ട്, നീ ഏലിയ പ്രവാചകനാണെന്ന് പറയുന്നുണ്ട്, അങ്ങനെ പല അഭിപ്രായങ്ങൾ. അപ്പോൾ യേശു ശിഷ്യന്മാരോട് ചോദിക്കുന്നു, എന്നെപ്പറ്റി നിങ്ങളെന്ത് പറയുന്നു? അതിന് ശിഷ്യന്മാരുടെ തലവനായ പത്രോസാണ് മറുപടി പറഞ്ഞത്, നീ ക്രിസ്തുവാണ്. നമ്മൾ പഠിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷമാണ്. മറ്റ് സുവിശേഷങ്ങളുമായിട്ട് ഇവിടെ കൺഫ്യൂസ് ചെയ്യരുത്. അപ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം 8ാം അധ്യായത്തിൻ്റെ 29ാം വാക്യത്തിൽ പത്രോസ് നൽകുന്ന ഉത്തരം നീ ക്രിസ്തുവാകുന്നു എന്ന് മാത്രമാണ്. ഈ ഉത്തരത്തിൽ യേശു ഇഷ്ടപ്പെടുന്നില്ല എന്ന് അതിൻ്റെ അടുത്ത വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യേശു പത്രോസിനെ അഭിനന്ദിക്കുന്നില്ല, ഒരു വാക്കും സന്തോഷമായിട്ട് പത്രോസിനോട് പറയുന്നില്ല. മറിച്ച് യേശു ചെയ്യുന്നത് ആരോടും ഇതിനെപ്പറ്റി പറയരുത് എന്നാണ്. നമുക്ക് ഈ 2 കാര്യങ്ങളും, പത്രോസ് നൽകുന്ന ഉത്തരവും യേശുവിൻ്റെ അതിനോടുള്ളതായ റിയാക്ഷനും, ഇത് രണ്ടും അല്പം വിശദമായിട്ട് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. പത്രോസ് നീ ക്രിസ്തുവാണ് എന്ന് യേശുവിനോട് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? യേശുവിനെ ക്രിസ്തു എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്താൽ എന്താണ് അർത്ഥം? യഹൂദരുടെ ചിന്താഗതിയിൽ ക്രിസ്തു എന്ന് പറയുന്നത് ഏറ്റവും അവസാനമായിട്ട് ചരിത്രത്തിൻ്റെ അന്ത്യത്തിൽ പ്രത്യക്ഷപ്പെടുകയും എല്ലാ ശത്രുക്കളെയും കീഴടക്കി ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലിനെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തേക്ക് ഉയർത്തി എന്നും ഭരിക്കുന്ന ഒരു രാജാവാണ്. ശത്രു സംഹാരം ചെയ്ത് എല്ലാ നല്ല മനുഷ്യരുടെയും മുകളിൽ ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലിന് സ്ഥാനം കൊടുത്ത് ഉള്ള ഭരണമാണ് ഈ ക്രിസ്തുവിൻ്റെ ഭരണം. അങ്ങനെയുള്ള ഒരു ക്രിസ്തു ആണ് നീ എന്ന് തന്നെ ആയിരിക്കണം പത്രോസ് അവിടെ യേശുവിന് നൽകിയ ഉത്തരത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇത്തരം ഒരു രാജകീയത, മറ്റുള്ളവരെ അടിച്ചമർത്തുന്ന, ശത്രുക്കളെ സംഹരിക്കുന്ന, തൻ്റെ ജനമെന്ന് അറിയപ്പെടുന്ന ആളുകളെ മറ്റുള്ളവരുടെ മുകളിൽ ഉയർത്തുന്ന അത്തരത്തിലുള്ള ഒരു ക്രിസ്തുവല്ല, ഒരു ഭൗമിക ക്രിസ്തുവല്ല താൻ എന്ന് യേശു പഠിപ്പിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് പത്രോസിൻ്റെ ഈ ഉത്തരത്തിന് ശരിയായ രീതിയിൽ മറുപടി നൽകുകയോ ശരിയായ രീതിയിൽ റിയാക്ട് ചെയ്യുകയോ ചെയ്യാതിരിക്കുന്നത്. യേശു പറയുന്നത് ഇതാരോടും പറയരുത് എന്നാണ്. കാരണം എന്താണ് പറയരുത് എന്ന് പറയാൻ കാര്യം? പത്രോസ് നൽകിയ ഈ ഉത്തരം ശരിയല്ലാത്തത് കൊണ്ടല്ല.
യേശു യഥാർത്ഥമായും ക്രിസ്തു തന്നെയാണ്. സുവിശേഷത്തിൻ്റെ 1-ാം വാക്യത്തിൽ അത് പറയുകയും ചെയ്യുന്നുണ്ട്, സുവിശേഷകൻ അത് അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ യേശുവിനെ ക്രിസ്തുവെന്ന് മനസ്സിലാക്കുന്ന ആ ആശയം യേശുവിനെ സംബന്ധിച്ചുള്ള സത്യത്തിൻ്റെ വെറും ഒരു അംശം മാത്രമേ ആകുന്നുള്ളൂ. ദാറ്റ് ഈസ് ട്രൂത്ത്സ് ബട്ട് നോട്ട് ദ ഫുൾ ട്രൂത്ത്സ്. ക്രിസ്തു എന്നത് യേശുവിനെ സംബന്ധിക്കുന്ന സത്യമാണ്, എന്നാൽ അത് പൂർണ്ണ സത്യം അല്ല. അപ്പോൾ ആ സത്യത്തോട് ചിലത് കൂടി കൂട്ടിച്ചേർത്തെങ്കിൽ മാത്രമേ യേശുവിനെ പറ്റി ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് യേശു 8:31 അടുത്ത വാക്യത്തിൽ തന്നെ ഇങ്ങനെ പറയുന്നു: മനുഷ്യപുത്രൻ മനുഷ്യകരങ്ങളിൽ ഏൽപ്പിക്കപ്പെടുകയും അവർ അവനെ പീഡിപ്പിക്കുകയും അവർ അവനെ കൊല്ലുകയും ചെയ്യും എന്നെല്ലാം യേശു പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്. അതായത് പത്രോസ് പറഞ്ഞ ഹാഫ് ട്രൂത്തിനോട് കൂട്ടിച്ചേർക്കേണ്ടതായ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ആസ്പെക്റ്റ്, ഒരു ഭാഗം, അതാണ് യേശു ഇവിടെ പറയുന്നത്. പഴയ നിയമത്തിൽ യഹൂദന്മാർക്കുണ്ടായിരുന്ന എല്ലാ പ്രതീക്ഷകളെയും ആശയങ്ങളെയും എല്ലാം തകിടം മറിച്ചുകൊണ്ടാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ 52-53 അധ്യായങ്ങളിൽ വരാനിരിക്കുന്ന ദൈവദാസനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ആരാണ് ഈ ദൈവദാസൻ? 53-ാം അധ്യായം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. ആരാണ് ഈ ദൈവദാസൻ? അവൻ മർദ്ദിക്കപ്പെട്ടു, അവൻ ശിക്ഷിക്കപ്പെട്ടു. പക്ഷേ നമ്മൾ വിചാരിച്ചു അവൻ്റെ പാപം കൊണ്ടാണ് അവൻ ശിക്ഷിക്കപ്പെടുന്നത് എന്നാണ്. എന്നാൽ അവൻ ശിക്ഷിക്കപ്പെട്ടത്, മർദ്ദിക്കപ്പെട്ടത് നമുക്ക് വേണ്ടിയാണ്. നമ്മുടെ പാപം അവൻ വഹിക്കുകയായിരുന്നു. അവൻ കൊല്ലപ്പെടുകയും ചെയ്യും എന്ന് അടുത്ത വാക്യങ്ങളിൽ ഈ പ്രവാചകൻ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ മർദ്ദനമേറ്റ് കൊല്ലപ്പെട്ട് അവഹേളനങ്ങളെല്ലാം ഏറ്റ് ജീവിതം അവസാനിപ്പിക്കുന്ന ഒരു ദൈവദാസനെ പറ്റിയാണ് അവിടെ പറയുന്നത്. അതേസമയം അവൻ കൊല്ലപ്പെടുമെങ്കിലും അവൻ വിൻഡിക്കേറ്റ് ചെയ്യപ്പെടും എന്ന്, അവന് പ്രതിഫലം ലഭിക്കുമെന്ന് വെച്ചാൽ അവൻ വീണ്ടും ജീവിക്കും എന്ന് ആ ദൈവദാസനെ പറ്റിയുള്ള, അല്ലെങ്കിൽ കർത്താവിൻ്റെ ദാസനെ പറ്റിയുള്ള ആ പ്രവചനത്തിൽ യെശയ്യാ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മർദ്ദനത്തിൻ്റെതായ ആ ആസ്പെക്റ്റ് മറച്ചു വെച്ചുകൊണ്ട് അത് പറയാതെ യേശുവിനെ പറ്റി എന്ത് പറഞ്ഞാലും അത് പൂർണ്ണമായ സത്യമാകുകയില്ല എന്നതുകൊണ്ടാണ് യേശു പത്രോസിനെ പ്രശംസിക്കാതിരുന്നത്, പത്രോസിന് നന്ദി പറയാതിരുന്നത്. അതുകൊണ്ടാണ് യേശു പത്രോസിൻ്റെ മറുപടിയിൽ കുറഞ്ഞു പോയതായ, അല്ലെങ്കിൽ ഇല്ലാതെ പോയതായ ഒരു ആസ്പെക്റ്റ് കൂട്ടിച്ചേർത്തുകൊണ്ട് പറയുന്നു: മനുഷ്യപുത്രൻ മനുഷ്യകരങ്ങളിൽ ഏൽപ്പിക്കപ്പെടാനുള്ളവനാണ്, അവർ അവനെ മർദ്ദിക്കും, അവനെ പരിഹസിക്കും, അവന് മേൽ തുപ്പും എന്നൊക്കെ. ഇത് പറഞ്ഞുകൊണ്ട് യേശു, അല്ലെങ്കിൽ ഈ സുവിശേഷകൻ തൻ്റെ സുവിശേഷത്തിൻ്റെ 2-ാം ഭാഗം ആരംഭിക്കുകയാണ് 8:31. അപ്പോൾ സുവിശേഷത്തിൻ്റെ 2-ാം ഭാഗത്തിലെ പ്രധാനപ്പെട്ട ആശയം ക്രിസ്തു എന്നതിനോട് കൂട്ടിച്ചേർക്കേണ്ട 2ാമത്തെ ടൈറ്റിൽ, ദൈവപുത്രൻ എന്ന ടൈറ്റിൽ യേശുവിന് എങ്ങനെയാണ് യോജിക്കുന്നത് എന്ന് പഠിപ്പിക്കുകയാണ് ഈ 2ാം ഭാഗത്തിൻ്റെ പ്രത്യേകമായ ഉദ്ദേശ്യം. പിന്നീട് അങ്ങോട്ട് 2ാം ഭാഗമാണ്. 8:31 ആരംഭിക്കുന്ന ഈ 2ാം ഭാഗത്ത് 3 പ്രാവശ്യം യേശു തൻ്റെ പീഡാനുഭവത്തെപ്പറ്റി ശിഷ്യന്മാരോട് പറയുന്നുണ്ട്. 8:31, 9:31, 10:32, 33 വാക്യങ്ങളിൽ. ഈ 3 ഭാഗത്തായിട്ട് യേശു തൻ്റെ പീഡാനുഭവത്തിൻ്റെയും പീഡാനുഭവത്തിന് ശേഷം മാത്രമുള്ള തൻ്റെ ഉയർപ്പിനെയും പറ്റി വിശദമായിട്ട് പഠിപ്പിക്കുന്നു. എന്ന് വെച്ചാൽ യേശു എന്നത് ഒരു പ്രാപഞ്ചിക ഭൗമിക
രാജാവല്ല, ഒരു ക്രിസ്തു അല്ല, യഹൂദന്മാർ വിചാരിച്ചിരുന്ന രീതിയിലുള്ള ക്രിസ്തു അല്ല, മറിച്ച് പീഡകൾ സഹിച്ച് മരിക്കേണ്ട, അപമാനിക്കപ്പെടേണ്ടതായ ഒരു ക്രിസ്തുവാണ്. ഈ അപമാനത്തിനും പീഡനത്തിനുമെല്ലാം സമാനമായി ദൈവം അദ്ദേഹത്തെ ഉയർപ്പിക്കും. അങ്ങനെയാണ് യേശു എന്ന ആ സത്യത്തിൻ്റെ പൂർണ്ണ രൂപം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ 8:31 യേശു തൻ്റെ പീഡാനുഭവത്തെ പറ്റി പറഞ്ഞു. 9:31 യേശു വേറൊരു കാര്യം ഇത് തന്നെയാണ് പറയുന്നത്, പക്ഷേ മറ്റൊരു രീതിയിലാണ് പറയുന്നത്. അത് യേശുവിൻ്റെ രണ്ടാമത്തെ പീഡാനുഭവ പ്രവചനം എന്ന് നമുക്ക് വിളിക്കാം. അവിടെ യേശു പറയുന്നത് മനുഷ്യപുത്രൻ മനുഷ്യകരങ്ങളിൽ ഏൽപ്പിക്കപ്പെടുമെന്നാണ്. മനുഷ്യപുത്രൻ മനുഷ്യകരങ്ങളിൽ ഏൽപ്പിക്കപ്പെടുമെന്നാണ്. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? മനുഷ്യപുത്രൻ ആരാണ് നമുക്കറിയാം, യേശു തന്നെയാണ്. മനുഷ്യകരങ്ങളിൽ ഏൽപ്പിക്കപ്പെടും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? അതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യേശുവിനെ പീഡാനുഭവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നത് മനുഷ്യരാരുമല്ല, ദൈവം തന്നെ ആണ്. ആത്യന്തികമായി യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിനും മരണത്തിനും കാരണക്കാരൻ യൂദാസ് എന്ന് പറയുന്ന മനുഷ്യനോ യഹൂദന്മാരോ റോമൻ പടയാളികളോ റോമൻ ഗവർണറായിരുന്ന പീലാത്തോസോ അല്ല. ആത്യന്തികമായി യേശുവിൻ്റെ മരണത്തിനും പീഡാനുഭവത്തിനുമെല്ലാം കാരണക്കാരൻ ദൈവം തന്നെയാണ്. കാരണം അങ്ങനെ തൻ്റെ പുത്രനെ ബലി കഴിച്ചുകൊണ്ട് ദൈവം മനുഷ്യൻ്റെ പാപമോചനം സാധിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിലെ 16-ാം വാക്യം നമ്മളിവിടെ ഓർക്കുന്നത് നല്ലതാണ്. ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു, തൻ്റെ ഏകജാതനിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനും നശിച്ചു പോകാതെ എല്ലാവർക്കും നിത്യജീവൻ ലഭിക്കുന്നതിന് വേണ്ടി തൻ്റെ പുത്രനെ ഏൽപ്പിച്ചു കൊടുക്കാൻ തക്കവണ്ണം, സമാനമായി കൊടുക്കാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അപ്പോൾ മനുഷ്യൻ്റെ കരങ്ങളിലേക്ക് ദൈവം തൻ്റെ പുത്രനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട പുത്രനെ മനുഷ്യർ അവനോട് എങ്ങനെയാണ് പെരുമാറിയത് എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ഈ യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിൻ്റെ ആത്യന്തികമായ ഉത്തരവാദിത്വം ചരിത്രത്തിൽ പ്രവർത്തിക്കുന്ന മനുഷ്യനോ മനുഷ്യൻ്റെ സംവിധാനങ്ങളോ അല്ല, മറിച്ച് ചരിത്രാതീതനായിട്ട് നിലനിൽക്കുന്ന ദൈവം തന്നെയാണ്. ദൈവം ഈ ചരിത്രത്തിലേക്ക് ഇറങ്ങി വരികയാണ്. ഒരുപക്ഷെ നമുക്ക് പിയേഴ്സ്ഡ്, ഹീസ് പിയേഴ്സിങ് ഇൻ ടു ഹിസ്റ്ററി, ചരിത്രത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്നതായ ദൈവത്തെയാണ് നമ്മളവിടെ കാണുന്നത്. അങ്ങനെ ചരിത്രത്തെ കുത്തിമുറിച്ച് മനുഷ്യവംശത്തിലേക്ക്, മനുഷ്യൻ്റെ ലോകത്തിലേക്ക് ഇറങ്ങി വരുന്ന ദൈവം, അവൻ മനുഷ്യന് നൽകുന്നത് തൻ്റെ പുത്രനെ തന്നെയാണ്. മനുഷ്യൻ ആ പുത്രനെ അവർക്കിഷ്ടമുള്ള രീതിയിൽ കൊല്ലുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്തു എന്നാണ്. അതാണ് ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ അർത്ഥം. ഇനിയും മൂന്നാമത് ഒരു പ്രാവശ്യം കൂടി യേശുക്രിസ്തു തൻ്റെ പീഡാനുഭവത്തിൻ്റെ പ്രവചനം നടത്തുന്നുണ്ട്. അത് 10-ാം അധ്യായത്തിലെ 32-33 വാക്യങ്ങളിലാണ്. യേശു 31-ാം വാക്യം മുതൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. യേശു തൻ്റെ ശിഷ്യന്മാരുടെ നേരെ, യേശുവും ശിഷ്യന്മാരും ജെറുസലേമിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പ്രവചനം നടത്തുന്നത്. യേശു ശിഷ്യന്മാരോട് പറയുന്നു, നമ്മൾ ജെറുസലേമിലേക്ക് പോവുകയാണ്. അവൻ, മനുഷ്യപുത്രൻ പീഡിപ്പിക്കപ്പെടും, അറസ്റ്റ് ചെയ്യപ്പെടും, കൊല്ലും. അവൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. ഈ കാര്യങ്ങളൊക്കെയാണ് ഈ 3-ാമത്തെ പ്രവചനത്തിൽ യേശു വെളിപ്പെടുത്തുന്നത്. അവിടെ 2 കാര്യങ്ങൾ യേശു സൂചിപ്പിക്കുന്നുണ്ട്. ഈ 3-ാമത്തെ പ്രവചനത്തിൽ 10, 31, 32, 33 വാക്യങ്ങളിലായിട്ട് യേശു 2 കാര്യങ്ങൾ തൻ്റെ പീഡാനുഭവത്തെ പറ്റി പറയുന്നുണ്ട്, പുതുതായിട്ട് പറയുന്നുണ്ട്. നേരത്തെ 2 പ്രാവശ്യം പറഞ്ഞല്ലോ. അതുകൂടാതെ യേശു 3-ാം പ്രവചനത്തിൽ 2 കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഒന്നാമത്തേത്, ഈ ജെറുസലേമിലേക്കുള്ള യാത്രയിൽ തന്നെയാണ് യേശുവിൻ്റെ പീഡാനുഭവം നടക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ അത് വളരെ അടുത്തിരിക്കുന്നു.
ഈ യാത്ര, നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ യാത്ര അവസാനിക്കുന്ന ആ ജെറുസലേമിൽ വെച്ച് തന്നെ, ഈ യാത്ര അവസാനിക്കുന്ന സമയത്തോടു കൂടി തന്നെ താൻ പീഡിപ്പിക്കപ്പെടും എന്നാണ് യേശു ഉദ്ദേശിക്കുന്നത്. അതായത് സമയത്തെ പറ്റിയുള്ളതായ ഏതാണ്ട് അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് എവിടെയാണ് യേശു പീഡിപ്പിക്കപ്പെടാൻ പോകുന്നത്, ക്രൂശിക്കപ്പെടാൻ പോകുന്നത് എന്ന കാര്യവും അവിടെ യേശു സൂചിപ്പിക്കുന്നു. അപ്പോൾ ഈ മൂന്നാമത്തെ പ്രവചനത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ ആശയം, പുതുതായിട്ട് കിട്ടുന്ന ഒന്നാമത്തെ ആശയം, യേശുവിൻ്റെ പീഡാനുഭവത്തിൻ്റെ സ്ഥലവും കാലവും യേശു സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. സമയവും കാലവും സമയവും പ്ലേസ്, സ്ഥലവും യേശു സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തേത്, യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിൻ്റെ സ്വഭാവം എന്താണ്, എങ്ങനെയുള്ള പീഡാനുഭവമാണ് യേശു സഹിക്കാൻ പോകുന്നത് എന്നുള്ള സൂചനയുണ്ട്. അവർ വിജാതീയരുടെ കൈകളിൽ തന്നെ ഏൽപ്പിച്ചു കൊടുക്കും എന്ന് യേശു അവിടെ പറയുന്നുണ്ട്. യഹൂദന്മാരാണ് യേശുവിനെ പിടിക്കുന്നത്. പക്ഷേ പിടിക്കുന്ന യഹൂദന്മാർ തങ്ങളുടെ നിയമം അനുസരിച്ചല്ല യേശുവിനെ പീഡിപ്പിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ കൊല്ലാൻ പോകുന്നത്, മറിച്ച് അവർ വിജാതീയർക്ക് അവനെ ഏൽപ്പിച്ചു കൊടുക്കും. വിജാതീയർ എന്ന് പറയുമ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് മറ്റാരെയുമല്ല, റോമാക്കാരെയാണ്. കാരണം റോമാക്കാരാണ് യഹൂദന്മാരെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന വിജാതീയർ. അപ്പോൾ യേശു തന്നെ യഹൂദന്മാർ പിടിച്ച് വിജാതീയർക്ക് ഏൽപ്പിച്ചു കൊടുക്കും എന്ന് പറയുമ്പോൾ യേശുവിന് ലഭിക്കാൻ പോകുന്ന ശിക്ഷ അല്ലെങ്കിൽ പീഡാനുഭവം അല്ലെങ്കിൽ യേശുവിന് ലഭിക്കാൻ പോകുന്നതായ ആ മരണശിക്ഷ എന്ന് പറയുന്നത് വിജാതീയർ കൊടുക്കുന്ന മരണശിക്ഷയാണ്. വിജാതീയർ കൊടുക്കുന്ന മരണശിക്ഷ എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ ഒരു യഹൂദന് വിജാതീയന് കൊടുക്കുന്ന മരണശിക്ഷ അവൻ രാജാവിന് എതിരായിട്ട് സംസാരിക്കുന്നുവെങ്കിലുള്ള ശിക്ഷയാണ്. ആ ശിക്ഷയാണ് ക്രൂശ് മരണം എന്ന് പറയുന്നത്. അതായത് തനിക്ക് ലഭിക്കാൻ പോകുന്നതായ ശിക്ഷ താൻ ഒന്നും ചെയ്തിട്ട് കുറ്റക്കാരനായിട്ട് ശിക്ഷിക്കപ്പെടുന്നതല്ല, യഹൂദന്മാർ വിജാതീയർക്ക് ഏൽപ്പിച്ച് കൊടുക്കുന്നതാണ്. അങ്ങനെയുള്ള ആ യേശുവിൻ്റെ ശിക്ഷ എന്ന് പറയുന്നത് അത് യഹൂദ മതത്തിൻ്റെയും നിയമ സംഹിതയുടെയും പേരിലുള്ളതായ ശിക്ഷയല്ല, മറിച്ച് വിജാതീയരുടെ ശിക്ഷയാണ്. അതായത് കുരിശു മരണമാണ്. റോമക്കാരുടെ നിയമം അനുസരിച്ച് രാജാവിനെതിരായിട്ട് സംസാരിക്കുന്ന ട്രീസൺ പ്രവർത്തിക്കുകയോ സംസാരിക്കുകയോ ചെയ്യുന്നതായ ആളുകളെ ക്രൂശിക്കണം എന്നാണ് നിയമം. അപ്പോൾ യേശുക്രിസ്തുവിനെ വിജാതീയർക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ യഹൂദന്മാർ പറഞ്ഞു കൊടുക്കാൻ പോകുന്നത് ഇവൻ രാജാവിന് എതിരായിട്ട്, അതായത് റോമൻ ചക്രവർത്തിക്ക് എതിരായിട്ട്, സീസറിന് എതിരായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ ട്രീസൺ എന്ന് പറയുന്ന വളരെ ഗൗരവമായ കുറ്റമാണ് യേശുക്രിസ്തുവിൽ ആരോപിക്കപ്പെടാൻ പോകുന്നത്. ആ ശിക്ഷയ്ക്കുള്ളതായ, ആ കുറ്റത്തിനുള്ളതായ ശിക്ഷയായ ക്രൂശ് മരണം തന്നെയാണ് തനിക്ക് ലഭിക്കാൻ പോകുന്നത് എന്ന് യേശു ഈ മൂന്നാമത്തെ പ്രവചനത്തിൽ സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 3 പ്രവചനങ്ങൾ എല്ലാം യേശുക്രിസ്തുവിനെ പറ്റിയുള്ളത്, എല്ലാം ക്രിസ്റ്റോളജി, ആരാണ് ക്രിസ്തു എന്ന ചോദ്യത്തിനുള്ളതായ ഉത്തരം. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കാനുണ്ട്. ഇതിനോടൊപ്പം തന്നെ യേശുക്രിസ്തു തന്നെ അനുഗമിക്കുന്നവർ എന്ത് ചെയ്യണമെന്നും കൂടി ഈ ഓരോ പ്രവചനത്തിൻ്റെയും കൂട്ടത്തിൽ പറയുന്നുണ്ട്. ഒന്നാമത്തെ പ്രവചനത്തിന് ശേഷമാണ് ഏറ്റവും ശക്തമായ രീതിയിലുള്ളതായ ആ ശിഷ്യത്വത്തെ പറ്റിയുള്ളതായ പഠനം. യേശു 31-ാം വാക്യത്തിൽ തൻ്റെ പീഡാനുഭവത്തെ പറ്റി പറഞ്ഞതിന് ശേഷം, അതായത് താൻ ആരാകുന്നു എന്ന് പറഞ്ഞതിന് ശേഷം പത്രോസ് യേശുവിനെ മാറ്റി നിർത്തി യേശുവിനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി എന്ന് മർക്കോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിനക്ക് സംഭവിക്കരുത് എന്ന് പത്രോസ് പറയുന്നതായിട്ട് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. 32-ാം വാക്യത്തിൽ യേശു അതിന് മറുപടി പറയുന്നുണ്ട്, നീ എന്നെ വിട്ടുപോവുക, നീ പിശാചാൻ, സാത്താനാണ്, സാത്താനെ എൻ്റെ പിറകിൽ പോവുക എന്ന് വെച്ചാൽ അർത്ഥം ഞാൻ എന്ത് ചെയ്യണമെന്നും ഞാൻ എന്ത് ചെയ്യരുത് എന്നും നിശ്ചയിക്കേണ്ടത് നീയല്ല, ഞാനാണ്, അല്ലെങ്കിൽ എൻ്റെ പിതാവാണ്. അപ്പോൾ നീ എനിക്ക് വേണ്ടി തീരുമാനമെടുക്കണ്ട, അതുകൊണ്ട് നീ പിറകിൽ നിന്നാൽ മതി. നീ എന്നോട് സമനായിട്ട് നിൽക്കുകയോ എൻ്റെ മുൻപിൽ കടക്കുകയോ വേണ്ട എന്നാണ് യേശു പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ യേശു ക്രിസ്തു തൻ്റെ അരുമ ശിഷ്യനായ പത്രോസിനെയാണ് സാത്താനെ എന്ന് വിളിക്കുന്നത്. സാത്താനെ നീ പിറകിൽ പോവുക എന്ന് പറയുന്നു. എന്താണ് ഈ സാത്താൻ എന്ന് വെച്ചാൽ അർത്ഥം? സാത്താൻ എന്ന വാക്ക് പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്. സാത്താൻ എന്ന വാക്ക്
പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് പിശാചിന് വേണ്ടിയാണ്. അതായത് ഒരു പ്രത്യേക തരത്തിലുള്ളതായ ആത്മീയ ജീവിയാണല്ലോ ഈ പിശാച് എന്ന് പറയുന്നത്. അപ്പോൾ പിശാചിന് വേണ്ടി മാത്രമല്ല ഈ സാത്താൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കാവുന്നത്. സാത്താൻ എന്ന വാക്കിൻ്റെ അർത്ഥം കാൽ ഇടറിക്കുന്നവൻ എന്നാണ്. നമ്മൾ നേരെ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ കാല് വല്ല കല്ലിലോ മറ്റോ മുട്ടി നമ്മളുടെ കാൽ ഇടറുകയും നമ്മൾ മറിഞ്ഞു വീഴുകയും ചെയ്യുവാൻ ഇടയാക്കുന്നതായ ആ അത്തരത്തിലുള്ളതായ ശക്തികളെയാണ് നമ്മൾ സാത്താൻ എന്ന് വിളിക്കുന്നത്. പത്രോസ് സാത്താൻ എന്ന് വിളിക്കപ്പെട്ടു, പക്ഷേ പിശാച് എന്ന് യേശു ഒരിക്കലും വിളിക്കുന്നില്ല. പിശാച് എന്ന് പറയുന്നത് എന്താണ്? പിശാച് എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ളതായ ആത്മീയ ശരീരമില്ലാത്തതായ ഒരു ജീവിയാണെന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് പിശാചിന് പ്രത്യേകമായ ജോലി എന്താണ്? പ്രത്യേകമായ ജോലി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ കാലിടറിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് എല്ലാ പിശാചുകളും സാത്താന്മാരാണ്, പക്ഷേ എല്ലാ സാത്താന്മാരും പിശാചുക്കൾ അല്ല. അതായത് മനുഷ്യരുടെ കൂട്ടത്തിലും സാത്താന്മാരുണ്ട്. അതുകൊണ്ട് എല്ലാ മനുഷ്യരും എല്ലാ സാത്താന്മാരും പിശാചുക്കളാണെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ എല്ലാ പിശാചുക്കളും സാത്താന്മാരാണെന്ന് പറയാൻ പറ്റും. യേശു പത്രോസിനെ പറ്റി അങ്ങനെയാണ് പറയുന്നത്, സാത്താനെ എൻ്റെ പിറകിൽ പോവുക. അപ്പോൾ അതിനുശേഷം പത്രോസിനെ സൈലൻ്റ് ആക്കിയതിന് ശേഷം യേശു തന്നെ അനുഗമിക്കുന്നവരുടെ കാര്യം ശിഷ്യത്വത്തെപ്പറ്റി പറയുന്നു. അപ്പോൾ യേശു 31-ാം വാക്യത്തിൽ ക്രിസ്റ്റോളജി, താൻ ആരാണ്, ക്രിസ്തു ആരാണെന്ന് പറയുന്നു. 34-ാം വാക്യം മുതൽ യേശു തന്നെ അനുഗമിക്കുന്ന ശിഷ്യൻ ആരാണെന്ന് പറയുന്നു. യേശു പറയുന്നു, എന്നെ അനുഗമിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ എന്ന്. അപ്പോൾ താൻ കുരിശെടുത്ത് കൊണ്ടുപോയി മരിക്കാനുള്ളവരാണ്. തന്നെ അനുഗമിക്കുന്ന ശിഷ്യന്മാരും ഇതുപോലെ തന്നെ ചെയ്യണം, തൻ്റെ കുരിശെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. അതാണ് യേശു പറയുന്നത്. അതായത് ലോകത്തിലെ ക്ലേശങ്ങൾ, മറ്റുള്ളവരിൽ നിന്ന് വരാൻ പോകുന്ന ക്ലേശങ്ങൾ, അതുപോലെ പീഡാനുഭവങ്ങൾ, അതുപോലെ രക്തസാക്ഷി ആകേണ്ടി വരുന്നതായ സന്ദർഭങ്ങൾ, ഇങ്ങനെയുള്ളതായ അനേക സന്ദർഭങ്ങൾ നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന, നമ്മുടെ തോളിൽ വെച്ച് കെട്ടി തരുന്ന കുരിശുകളാണ്. ഈ കുരിശുകളെ സൗമനസ്യത്തോടുകൂടി, അതായത് യേശു തൻ്റെ കുരിശ് എങ്ങനെയാണോ വഹിച്ചുകൊണ്ട് പോയത് അതുപോലെ ഇഷ്ടപ്പെട്ട് ഈ കുരിശ് വഹിക്കുന്നവർക്കല്ലാതെ മറ്റാർക്കും തൻ്റെ ശിഷ്യനാകാൻ കഴിയുകയില്ല എന്ന് യേശു പറയുന്നു. എന്നിട്ട് യേശു പറയുന്നു, സ്വന്തം ആത്മാവിന് പകരമായി മനുഷ്യൻ എന്ത് കൊടുക്കും? ഈ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവ് നശിച്ചു പോവുകയാണെങ്കിൽ മനുഷ്യന് അതുകൊണ്ട് എന്ത് പ്രയോജനമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നും യേശു ഈ ഭാഗത്ത് കൂട്ടിച്ചേർക്കുന്നു. അതായത് 8-ാം അധ്യായത്തിൻ്റെ 34 മുതൽ അവസാനത്തെ വാക്യം വരെയും യേശു ഇത് തന്നെയാണ് തുടർന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്രിസ്റ്റോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? പത്രോസ് പറഞ്ഞ ആ സത്യം, അതായത് യേശു ക്രിസ്തുവാണെന്നുള്ളത് സത്യമാണ്, പക്ഷേ ഇരിസൊള്ളി അതൊരു ഹാഫ് ട്രൂത്ത് മാത്രമാണ്. അതിനോട് എന്ത് ചേർക്കണം? പീഡാനുഭവം കൂടി ചേർത്തെങ്കിൽ മാത്രമേ ക്രിസ്റ്റോളജി പൂർണ്ണമാകുകയുള്ളൂ. അപ്പോൾ ഈ ചേർക്കപ്പെടേണ്ടതായ ഈ 2-ാം ഭാഗത്തെപ്പറ്റി പറയുന്ന ഭാഗമാണ് ഈ സുവിശേഷത്തിൻ്റെ 2-ാം ഭാഗം. അത് തുടങ്ങുന്നത് 8:31-ലാണ്. ഇനിയും നമുക്ക് ഈ സുവിശേഷത്തിൻ്റെ സെൻട്രൽ പോർഷനെ പറ്റി കൂടി ഒന്ന് മനസ്സിലാക്കണം. അതായത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, ഈ സുവിശേഷത്തിന് 2 ഭാഗങ്ങളാണ് പ്രധാനമായിട്ടുള്ളതെന്ന് പറഞ്ഞെങ്കിലും 1-ാം ഭാഗത്തിൻ്റെ അവസാനത്തെ കുറേ വാക്യങ്ങളും 2-ാം ഭാഗത്തിൻ്റെ ആദ്യത്തെ കുറേ ഭാഗങ്ങളും ചേർത്തുകൊണ്ട് മർക്കോസ് ഒരു സെൻട്രൽ പോർഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സെൻട്രൽ പോർഷൻ എന്ന് പറയുന്നത് 8:32 മുതൽ 10:52 വരെയാണ്. 8:22 മുതൽ 10:52 വരെയുള്ള ഭാഗമാണ് ഈ സുവിശേഷത്തിലെ സെൻട്രൽ പാർട്ട് എന്ന് പറയുന്നത്. അവിടെ ഒരു ഫ്രെയിം വർക്കുണ്ട്. അതായത് അതിൻ്റെ ആരംഭത്തിലും അവസാനത്തിലുമായിട്ട് ഒരു അന്ധനെ സുഖപ്പെടുത്തുന്നതായ കഥ പറയുന്നുണ്ട്. ആദ്യം ഒരു അന്ധൻ വരുന്നു. യേശു അവൻ്റെ കണ്ണിൽ തൊട്ട് അവനെ സുഖപ്പെടുത്താൻ ശ്രമിക്കുന്നു. അവനെ യേശു ഗ്രാമത്തിലേക്ക് കൈ പിടിച്ച് കൂട്ടിക്കൊണ്ട് പോയി എന്ന് പറയുന്നു. അവിടെ വെച്ചാണ് യേശു അവനെ ശരിയായിട്ട് സുഖപ്പെടുത്തുന്നത്. അപ്പോൾ ആദ്യം യേശു അവൻ്റെ കണ്ണിൽ കൈവച്ചപ്പോൾ അവൻ കാണാൻ തുടങ്ങി, പക്ഷേ അത് ശരിയായിട്ടുള്ള കാഴ്ചയല്ല. അവൻ കണ്ടത് എങ്ങനെയാണ്? മനുഷ്യരെ വൃക്ഷങ്ങളെപ്പോലെ
കാണുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ നടക്കുന്നതായിട്ടും കാണുന്നു എന്നാണ് പറയുന്നത്. പിന്നീട് ഗ്രാമത്തിലേക്ക് കൈ പിടിച്ച് കൊണ്ടുപോയതിന് ശേഷം യേശു വീണ്ടും അവൻ്റെ മേൽ കൈവച്ച് അവനെ സുഖപ്പെടുത്തിയപ്പോൾ അവൻ കാര്യമായി കാണാൻ, ശരിയായ രീതിയിൽ കാണാൻ തുടങ്ങി. ഇത് പത്രോസിൻ്റെ കാഴ്ചയുടെ ഒരു പ്രതീകമാണ്, അല്ലെങ്കിൽ പത്രോസിൻ്റെ ശിഷ്യത്വ ആശയത്തിൻ്റെ ഒരു പ്രതീകമാണ്. പത്രോസ് കണ്ടു യേശു ക്രിസ്തുവിനെ പറ്റി ഒരു കാര്യം കണ്ടു, യേശു ആരാണെന്ന്, ക്രിസ്തുവാണെന്ന് കണ്ടു. പക്ഷേ അത് ഈ കുരുടന്, ഈ അന്ധന് കിട്ടിയ ആദ്യത്തെ സ്റ്റേജിലെ കാഴ്ച പോലെയാണ്. അത് പൂർണ്ണമായ കാഴ്ചയല്ല, അത് മനുഷ്യനെ വൃക്ഷങ്ങളായിട്ട് കാണുന്ന കാഴ്ചയാണ്. പിന്നീട് ഒന്നുകൂടി യേശു അവനെ സുഖപ്പെടുത്തിയപ്പോഴാണ് വാസ്തവത്തിൽ അവൻ കാര്യങ്ങൾ ശരിയായ രീതിയിൽ കാണുന്നത്. അതായത് ഈ സുവിശേഷത്തിലെ 1-ാം ഭാഗത്തിൽ നമുക്ക് യേശുവിനെ പറ്റിയുള്ള ഒരു ദർശനം കിട്ടുന്നുണ്ട്. അത് സത്യമാണ്, പക്ഷേ അത് പൂർണ്ണ സത്യം അല്ല. 2-ാമത്തെ ഭാഗത്തിൽ കൂടി ആണ് യേശുവിനെ പറ്റിയുള്ളതായ സത്യത്തിൻ്റെ പൂർണ്ണത നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ യേശു 2-ാം ഭാഗം ആരംഭിക്കുന്നു. അതിനുശേഷം യേശു ശിഷ്യത്വത്തെപ്പറ്റി പറയുന്നു. 34-ാം വാക്യം മുതൽ ശിഷ്യത്വത്തെ പറ്റിയുള്ളതായ പാഠമാണ്. അതിങ്ങനെ തുടർന്ന് 9-ാം വാക്യത്തിൻ്റെ 2-ാം വാക്യത്തിലേക്ക്, 9-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ കാണുന്നത് യേശു 6 ദിവസങ്ങൾക്ക് ശേഷം തൻ്റെ 3 ശിഷ്യന്മാരെയും വിളിച്ചുകൊണ്ട് ഒരു പർവ്വതത്തിന് മുകളിലേക്ക് പോകുന്നതും അവിടെ വെച്ച് യേശു രൂപാന്തരപ്പെടുന്നതുമാണ്. എന്താണ് ഈ രൂപാന്തരീകരണത്തിൻ്റെ ആശയം എന്നുകൂടി നമ്മളൊന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അതായത് യേശു 8:32 മുതലുള്ള വാക്യങ്ങളിൽ വരച്ച് കാണിച്ചതായ ആ സൃഷ്ടിത്വത്തെ പറ്റിയുള്ളതായ ആ ചിത്രം ഭയങ്കരമായി വേദനാജനകമായ ഒരു ചിത്രമാണ്. ആരുടെയും മനസ്സിനെ മടുപ്പിക്കുന്ന, നിരാശപ്പെടുത്തുന്ന ഒരു ചിത്രമാണ്. കുരിശെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ, അതാണ് യേശു പറയുന്നത്. ആർക്കെങ്കിലും തൻ്റെ ആത്മാവിനെ രക്ഷിക്കണമെങ്കിൽ അത് ചെയ്യണം. തൻ്റെ ഈ ലോകത്തെ മുഴുവനും നേടിയിട്ട് തൻ്റെ ആത്മാവ് നശിച്ചു പോയാൽ അതുകൊണ്ടൊരു മനുഷ്യന് എന്ത് പ്രയോജനമാണ് ഉണ്ടാകുന്നത് എന്നുകൂടി യേശു അവിടെ പറയുന്നുണ്ട്. വിഷാദാത്മകമായിട്ടുള്ള ഒരു ചിത്രമാണ് യേശു അവിടെ ശിഷ്യന്മാർക്ക് ശിഷ്യത്വത്തെപ്പറ്റി കൊടുക്കുന്നത്. പക്ഷേ അത് ആ പീഡാനുഭവത്തിൻ്റെ ആ ആശയം, അല്ലെങ്കിൽ വിഷാദാത്മകമായ ഈ ആശയം, അത് വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ശിഷ്യത്വം എന്ന് പറയുന്നത് എന്നും പീഡാനുഭവത്തിൻ്റെ ജീവിതമാണെന്ന് അർത്ഥമില്ല. ഈ പീഡാനുഭവം, ഈ വിഷാദാത്മകമായ ഈ ജീവിതം, ഇതിന് മറ്റൊരു വശം കൂടി ഉണ്ട്. അത് മഹത്വത്തിൻ്റെതായൊരു വശമാണ്. ഈ ലോക ജീവിതത്തിന് ശേഷം ഇവർക്ക് കിട്ടാൻ പോകുന്ന മഹത്വത്തിൻ്റെ ആ ജീവിതത്തെ പറ്റിയുള്ള ദർശനം ഇവർക്ക് ഇപ്പോൾ തന്നെ ഉണ്ടെങ്കിൽ എന്ത് പീഡാനുഭവവും സഹിക്കുവാൻ ശിഷ്യൻ തയ്യാറാകും എന്ന് യേശുവിന് അറിയാവുന്നത് കൊണ്ടാണ് യേശു ഈ രൂപാന്തരീകരണത്തിന് തയ്യാറായത്. യേശു ഒരു വലിയ മലയിലേക്ക് ശിഷ്യന്മാരെ കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. മലയുടെ പേര് സഭാ പാരമ്പര്യത്തിൽ താബോർ എന്ന് പറയുന്നുണ്ടെങ്കിലും താബോർ എന്നൊരു മല, അല്ലെങ്കിൽ അങ്ങനൊരു ഉയർന്ന മല പലസ്തീനയിലെങ്ങും ഇല്ല. ഇത് മാത്രമല്ല, ഇത് പാരമ്പര്യത്തിൽ നിന്ന് ഇത് വന്നത് എങ്ങനെയാണെന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്തായാലും ബൈബിളിൽ യേശു രൂപാന്തരപ്പെട്ട മലയുടെ പേരെന്താണെന്ന് പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം നമുക്കറിയാം, ഏതോ ഉയർന്ന ഒരു മലയിലേക്ക്, അല്ലെങ്കിൽ ഒരു ഉയർന്ന കുന്നിൻ പ്രദേശത്തേക്ക് യേശു ഇവരെ കൊണ്ടുപോയി എന്ന് പറയാം. എന്നിട്ട് അവിടെ ആ രൂപാന്തരീകരണത്തിൻ്റെ ആദ്യ ഭാഗമാണ് നമുക്ക് പ്രധാനപ്പെട്ടത്. അവിടെ പറയുന്നു, യേശു താൻ കൊണ്ടുപോയ ആ ശിഷ്യന്മാരുടെ കൺമുൻപിൽ വച്ച് രൂപാന്തരപ്പെട്ടു. സ്വർഗീയരായ 2 പേര്, ഏലിയാ പ്രവാചകനും മോശയും യേശുവിനോടൊപ്പം വന്ന് അവിടെ നിന്ന് സംസാരിച്ചു. അപ്പോൾ എന്തിനാണ് ഈ രൂപാന്തരീകരണം എന്ന് പറയുന്ന ഈ സംഭവത്തിൻ്റെ അർത്ഥം എന്താണ്? എന്തിനു വേണ്ടിയാണ് യേശു ഇപ്രകാരം ശിഷ്യന്മാരുടെ മുൻപിൽ വെച്ച് രൂപാന്തരപ്പെട്ടത്? അതായത് വളരെയേറെ പ്രയാസമുള്ള ഈ ശിഷ്യത്വം എന്ന് പറയുന്ന ഈ ജീവിതം ഏറ്റെടുക്കുന്ന ആളുകൾ മനസ്സിൽ സൂക്ഷിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, അവരുടെ ജീവിതം
ഈ ലോകം കൊണ്ട് അവസാനിക്കുന്നതല്ല, പീഡാനുഭവം കൊണ്ട് അവസാനിക്കുന്നതല്ല, മറിച്ച് അവർക്ക് വളരെ ശോഭായമാനമായ മഹത്വപൂർണമായ മറ്റൊരു ജീവിതം അവരെ കാത്തിരിക്കുന്നുവെന്നും സ്വർഗീയ ജീവികളായി തീർന്ന ഏലിയ പ്രവാചകനും മോശയുമൊക്കെ ആയിരിക്കും അവരുടെ കൂട്ടുകാരെന്നും അവരോടൊപ്പമുള്ളതായൊരു ജീവിതം അവർക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നുമുള്ളതായ കാര്യം കൂടി ശിഷ്യന്മാർ മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കുമ്പോഴാണ് തങ്ങൾക്ക് ശിഷ്യത്വത്തിൽ അനുഭവിക്കേണ്ടി വരുന്നതായ പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ സന്മനസ്സോടും സന്തോഷത്തോടും കൂടി അവർക്ക് അനുഭവിക്കാൻ കഴിയുന്നത് എന്ന കാര്യമാണ് യേശു അവിടെ പറയുന്നത്. അപ്പോൾ അതിനുശേഷം 9-ന്റെ 31-ലും 10, 32, 33 വാക്യങ്ങളിലും യേശു ക്രിസ്തു തൻ്റെ പീഡാനുഭവത്തെ പറ്റിയും അതിനുശേഷം എല്ലാം ഓരോ സംഭവങ്ങളും വഴിയായിട്ട് ശിഷ്യത്വത്തെ പറ്റിയും പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന് ഇതാണ്, അതായത് യേശുവിൻ്റെ ശിഷ്യന്മാരിൽ 2 പേരായ യാക്കോബും യോഹന്നാനും യേശുവിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് നീ മഹത്വത്തിൽ വരുമ്പോൾ നിൻ്റെ വലതുഭാഗത്തും ഇടതുഭാഗത്തുമുള്ളതായ സ്ഥാനം തരണമെന്ന് യേശു പറഞ്ഞു. അത് എൻ്റെ ജോലിയല്ല, ഞാനല്ല അത് കൊടുക്കുന്നത്. അതായത് യേശുവിനെ അനുഗമിക്കുന്ന ശിഷ്യൻ സ്ഥാനങ്ങളെപ്പറ്റി ചിന്തിക്കരുത്. സ്ഥാനമോഹിയായ ഒരു മനുഷ്യൻ ഒരിക്കലും യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യനാകാൻ യോഗ്യനല്ല. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഈ പ്രവചനങ്ങളുടെ കൂട്ടത്തിൽ വായിക്കുന്ന മറ്റൊന്നാണ്, വഴിയിൽ വെച്ച് ശിഷ്യന്മാർ പരസ്പരം സംസാരിച്ചുകൊണ്ടും കലഹിച്ചുകൊണ്ടിരുന്നു. എന്തായിരുന്നു അവർ കലഹിച്ചത്? എന്തിനെ പറ്റിയാണ്? തങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഏറ്റവും വലിയവൻ എന്ന് അവർ സംസാരിച്ചു കൊണ്ടിരുന്നു. യേശു എന്ത് ചെയ്തു? യേശു അവരെ വിളിച്ചിട്ട് പറഞ്ഞു, വലിയവൻ എന്ന് പറയുന്ന ഒരാളില്ല, ചെറിയവൻ എന്ന് പറയുന്ന ഒരാളില്ല. നിങ്ങളിൽ ഏറ്റവും വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ ഏറ്റവും ചെറിയവനാകാൻ തയ്യാറാവുക എന്ന. അപ്പോൾ ഇതൊക്കെ ശിഷ്യത്വത്തെ പറ്റിയുള്ളതായ പാഠങ്ങളാണ്. അപ്പോൾ ഈ സെൻട്രൽ പോർഷനിൽ, അതായത് 8:22 മുതൽ 9:10:52 വരെയുള്ള ഈ സെൻട്രൽ പോർഷനിൽ യേശു 2 കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. താൻ ആരാണെന്ന്, ക്രിസ്റ്റോളജി, പിന്നെ ശിഷ്യൻ ആരാണെന്ന്, ദ തിയോളജി ഓഫ് ഡിസൈപ്പിൾഷിപ്പ്. ഈ 2 കാര്യങ്ങളുമാണ് ഈ സെൻട്രൽ പോർഷനിൽ യേശു പഠിപ്പിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണിത്. അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്യുന്നു? 2ാം ഭാഗം തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു. യേശു ജെറുസലേമിലേക്ക് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ യാത്ര ചെയ്ത് യേശു ക്രിസ്തു ജെറുസലേമിൽ പ്രവേശിക്കുന്നതായിട്ട് നമ്മൾ 11-ാം അധ്യായത്തിൽ വായിക്കുന്നു. ആ പ്രവേശനമാണ് നമ്മൾ നമ്മുടെ ലിറ്റർജിയിൽ പാം സൺഡേ ആയിട്ട് അല്ലെങ്കിൽ ഓശാന ഞായറാഴ്ചയായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ഈ ജെറുസലേം പ്രവേശനമാണ്. യേശു ജെറുസലേമിലേക്ക് പ്രവേശിക്കുന്ന ആ പ്രവേശനം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. യേശു പ്രവേശിക്കുന്നത് എങ്ങനെയാണ്? ഒരു രാജാവിനെ പോലെയാണ്. എന്ന് വെച്ചാൽ അർത്ഥം, പഴയ നിയമത്തിലെ രാജാക്കന്മാർ യുദ്ധമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ, വിജയശ്രീലാളിതരായിട്ട് തിരിച്ചു വരുമ്പോൾ അവർക്ക് ജനങ്ങൾ ഒരു വലിയ സ്വീകരണം കൊടുത്ത് അദ്ദേഹത്തെ തൻ്റെ പാലസിലേക്ക് ആനയിക്കുന്ന ഒരു രീതി യഹൂദന്മാർക്കുണ്ടായിരുന്നു. വിജയം വരിച്ചു വരുന്ന രാജാവിന് കൊടുക്കുന്ന സ്വീകരണമാണത്. എന്നാൽ ഇവിടെ യേശു ക്രിസ്തു തൻ്റെ ജീവിതത്തിലൂടെ നേടിയെടുത്ത ആ കാര്യങ്ങളെല്ലാം താൻ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും ഒക്കെ മേൽ വിജയം വരിച്ച് അനേകായിരങ്ങളെ മാനസാന്തരപ്പെടുത്തി ഇങ്ങനെ തൻ്റെ സുവിശേഷ ദൗത്യം നിറവേറ്റി സംതൃപ്തിയോടുകൂടി യേശു യഹൂദന്മാരുടെ തലസ്ഥാനത്തേക്ക് വരികയാണ്. അതാണ് ഈ പാം സൺഡേയുടെ അല്ലെങ്കിൽ ഈ ഓശാന ഞായറാഴ്ചയുടെ സവിശേഷത. അങ്ങനെ കയറി വരുന്ന യേശു ക്രിസ്തു അവിടുന്ന് ഒരു കുതിരയെയല്ല തൻ്റെ വാഹനമായിട്ട് തിരഞ്ഞെടുത്തത്, ഒരു എളിയ കഴുതക്കുട്ടിയെയാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ അർത്ഥം? യേശു എങ്ങനെയാണ് ജെറുസലേമിലേക്ക് കയറി വരുന്നത്? മഹാരാജാവായിട്ടാണ്, എല്ലാം വിജയിച്ചവനായിട്ടാണ്. പക്ഷേ അവൻ യാത്ര ചെയ്യുന്നത് ഒരു കഴുതക്കുട്ടിയുടെ മേലാണ്, ഏറ്റവും എളിയവൻ്റെ വാഹനമായ കഴുതക്കുട്ടിയുടെ.
എന്ന് വെച്ചാൽ അർത്ഥം യേശു എന്ന ആ യാഥാർത്ഥ്യത്തിൻ്റെ ഒരിക്കലും നമുക്ക് മാറ്റി നിർത്താനാകാത്ത, അല്ലെങ്കിൽ നമുക്ക് ഡിവൈഡ് ചെയ്ത് മാറ്റാൻ പറ്റാത്തതായ 2 ആസ്പെക്ട്സും യേശു ക്രിസ്തുവിൻ്റെ ഈ ജെറുസലേം യാത്രയിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. മഹാരാജാവാണ്, മഹത്തായ വിജയം വരിച്ചവനാണ് യേശു. എങ്കിലും അവിടുന്ന് എളിയവരിൽ വെച്ച് എളിയവനാണ്, ഏറ്റവും അധികം പീഡിപ്പിക്കപ്പെടുന്നവനുമാണ്. ഈ 2 ആശയങ്ങളും യേശു ക്രിസ്തുവിൻ്റെ ഈ യാത്രയിൽ, ഈ കഴുതപ്പുറത്തുള്ളതായ ഈ യാത്രയിൽ കൂടെ മർക്കോസ് നമ്മുടെ മുൻപിൽ വരച്ച് കാണിക്കാൻ ശ്രമിക്കുന്നു. യേശു പീഡിപ്പിക്കും, അവിടെ വെച്ച് യേശു അന്ത്യത്താഴം ആസ്വദിക്കുന്നു. അങ്ങനെ വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നു. അതിനുശേഷം യേശു ഗെത്സമേനയിലേക്ക് പോകുന്നു. അവിടെ വെച്ച് യേശു പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ യേശുവിനെ കാണുന്നത് അറസ്റ്റ് ചെയ്യപ്പെട്ട് യഹൂദന്മാരുടെ പ്രധാന പുരോഹിതൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോകപ്പെടുന്ന യേശുവിനെയാണ്. അവിടെ നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ചില കാര്യങ്ങളുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, യേശുവിനെ അവർ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ ശിഷ്യന്മാരെല്ലാവരും, യേശുവിൻ്റെ കൂടെ നിൽക്കേണ്ട ശിഷ്യന്മാരെല്ലാവരും പല സ്ഥലങ്ങളായിട്ട് ഓടി രക്ഷപ്പെട്ടു എന്നാണ് നമ്മൾ കാണുന്നത്. യേശുവിൻ്റെ എല്ലാ ശിഷ്യന്മാരും യേശുവിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു. യേശുവിനെയും പിടിച്ചുകൊണ്ട് അങ്ങോട്ട് പോയപ്പോൾ പ്രധാന പുരോഹിതൻ്റെ വസതിയിലേക്ക് പോയപ്പോൾ യേശുവിനെ ദൂരെ നിന്ന് അനുഗമിച്ചുകൊണ്ട് പത്രോസ് പോകുന്നുണ്ടായിരുന്നു. യേശു പ്രധാന പുരോഹിതൻ്റെ അന്നാസ് കഴിഞ്ഞ വർഷത്തെ പ്രധാന പുരോഹിതനായിരുന്നു. കയ്യഫാസാണ് ഇപ്പോഴത്തെ പ്രധാന പുരോഹിതൻ. ഇവർ 2 പേരുടെയും മുൻപിൽ യേശു തനിക്ക് വേണ്ടിയും തൻ്റെ സുവിശേഷത്തെ പറ്റിയൊക്കെ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ വളരെ ക്രൂരമായ രീതിയിൽ യേശു ക്രിസ്തുവിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. യേശു വളരെ ധൈര്യമായിട്ട് അതിനെല്ലാം ഉത്തരം പറയുന്നു. ഒരു കള്ളവും പറയാതെ, ഒരു രീതിയിലും യേശു ഒന്ന് താണു പോകാതെ തൻ്റെ ദൗത്യം എന്താണെന്നും താൻ എങ്ങനെയാണ് ആ ദൗത്യം നിറവേറ്റിയതെന്നും യേശു വളരെ ധൈര്യത്തോടുകൂടി സംസാരിക്കുന്നു. അപ്പോൾ യേശു പ്രധാന പുരോഹിതൻ്റെയും മറ്റ് സാൻഹെദ്രിൻ അംഗങ്ങളുടെയും മുൻപിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ആ സമയം മർക്കോസ് ഒരു കാര്യം കൂടി നമ്മെ കാണിച്ചു തരുന്നുണ്ട്. അപ്പുറത്ത്, ഈ കെട്ടിടത്തിൻ്റെ തൊട്ട് അപ്പുറത്ത് ഒരു സ്ഥലമുണ്ട്. നല്ല തണുപ്പുള്ള സമയമാണ്. അപ്പോൾ അവിടെ തീ കൂട്ടി കാവൽക്കാരും പട്ടാളക്കാരും ഒക്കെ അവിടെ തീ കാഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം പത്രോസും അക്കൂട്ടത്തിൽ കൂടി. അപ്പോഴാണ് ഒരു പെൺകുട്ടി, അതും ദാസി, അവൻ്റെ അടുക്കൽ വന്ന് പത്രോസിൻ്റെ അടുക്കൽ വന്ന് പറയുന്നു, നീയും അവൻ്റെ കൂടെ ഉള്ളവനാകുന്നു എന്ന് ചോദിക്കുന്നു. പത്രോസ് എന്ത് ചെയ്യുന്നു? അയ്യോ, ഞാൻ അവനെ അറിയുകയില്ല എന്ന് പറഞ്ഞ് യേശുവിനെ തള്ളി പറയുന്നു. മർക്കോസ് ഇവിടെ വരച്ച് കാണിക്കുന്ന അതിമനോഹരമായ ചിത്രം അത് നമുക്കൊരിക്കലും വിസ്മരിക്കാൻ പറ്റുന്നതല്ല. ഏറ്റവും അധികമായിട്ട് ക്രൂരമായിട്ട് യേശുവിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന പ്രധാന പുരോഹിതന്മാരോട് ചങ്കുറപ്പോടുകൂടി ധൈര്യത്തോടുകൂടി ഉത്തരം പറയുന്ന യേശു അകത്ത്, ഈ യേശു ക്രിസ്തുവിനെ തള്ളിപ്പറയുന്ന യേശുവിൻ്റെ പ്രഥമ ശിഷ്യൻ പുറത്ത്. ഇങ്ങനെ ഇവർ 2 പേരും തമ്മിലുള്ളതായ വലിയ കോൺട്രാസ്റ്റ്, വലിയ ഡിഫറൻസ്, ഭിന്നത, അത് വരച്ച് കാണിച്ചുകൊണ്ടാണ് യേശുവിൻ്റെ പീഡാനുഭവത്തിൻ്റെ അടുത്ത രംഗത്തേക്ക് മർക്കോസ് പോകുന്നത്. എന്ന് വെച്ചാൽ അർത്ഥം, യേശു നമ്മൾ നേരത്തെ പറഞ്ഞു 3 പ്രാവശ്യം തൻ്റെ പീഡാനുഭവത്തെ പറ്റി പറഞ്ഞു. അതിനുശേഷം ഓരോ പ്രാവശ്യവും ശിഷ്യത്വം എന്ന് വെച്ചാൽ എന്താണെന്ന് പറഞ്ഞു. പക്ഷേ ഇതൊന്നും അവർക്കാർക്കും മനസ്സിലായില്ല, അല്ലെങ്കിൽ വേണ്ട രീതിയിൽ അവർക്കൊന്നും അത് ഫോളോ ചെയ്യാൻ, അതനുസരിച്ച് പ്രവർത്തിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ള കാര്യം ഇവിടെ മർക്കോസ് എടുത്ത് പറയുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ അങ്ങനെ യേശു ക്രിസ്തു ചോദ്യം ചെയ്യപ്പെടുന്നു, ധൈര്യമായിട്ട് ഉത്തരം പറയുന്നു. പത്രോസ് ചെറുതായിട്ടൊന്ന് ചോദ്യം ചെയ്യപ്പെടുന്നു, പത്രോസ് വീണു പോകുന്നു. പക്ഷേ പത്രോസ് പിന്നീട് മാനസാന്തരപ്പെട്ട് കരഞ്ഞു എന്നൊക്കെ മർക്കോസ് എഴുതി വെച്ചിട്ടുണ്ട്. ശരിയാണ്, ശരി. അങ്ങനെ യേശു യഹൂദ പ്രമാണിമാരുടെ മുൻപിൽ ധൈര്യമായിട്ട് നിന്ന് യേശുക്രിസ്തുവിനെ അവർ
ഒരു രാജദ്രോഹ കുറ്റം ആരോപിച്ച് പീലാത്തോസിൻ്റെ അടുക്കിലേക്ക്, അതായത് റോമൻ ചക്രവർത്തിയുടെ പ്രതിനിധിയായ പീലാത്തോസിൻ്റെ അടുക്കിലേക്ക് യേശുവിനെ വിടുന്നു. അവിടെ പീലാത്തോസ് പല പ്രാവശ്യം യേശുവിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം പീലാത്തോസിന് മനസ്സിലായി ഇത് വെറും കള്ളക്കേസാണെന്ന് മനസ്സിലായി. പക്ഷേ അവരുടെ നിർബന്ധം കൊണ്ട് യേശുവിനെ അദ്ദേഹം കുരിശിക്കുവാൻ വേണ്ടി വിട്ടുകൊടുക്കുന്നു. കുരിശിൻ്റെ ആ ചിത്രം മർക്കോസ് വരച്ച് കാണിക്കുന്നത് പോലെ മറ്റൊരു സുവിശേഷകനും ഇത്രയും ദയനീയമായ രീതിയിൽ മറ്റാരും വരച്ച് കാണിക്കുന്നില്ല. യേശുവിനെ കുരിശിൽ തറയ്ക്കുന്നു, പരിഹസിക്കുന്നു, പല ആളുകൾ യേശുവിൻ്റെ മുഖത്ത് തുപ്പുന്നു, അങ്ങനെ എല്ലാം. എന്നിട്ട് യേശുവിൻ്റെ കുരിശ് നാട്ടി നിർത്തുന്നു. അവസാന നിമിഷങ്ങളിലേക്ക് വരികയാണ്. യേശു അവസാനമായിട്ട് ചെയ്യുന്നത്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ കൈവിട്ടു എന്ന ഒരു ചോദ്യമാണ്. ഈ ചോദ്യം സങ്കീർത്തന പുസ്തകം 22-ാം അധ്യായം 22-ാം സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ വാക്യമാണ്. അതായത് പലരും ഈ യേശുവിൻ്റെ ഈ കരച്ചിൽ അതിനെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നുണ്ട്. ആ വ്യാഖ്യാനത്തിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്നറിയാമോ? എല്ലാം വായിക്കുന്നു നമ്മൾ, എങ്കിലും ഒന്നും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ യേശു നിലവിളിക്കുന്നു പിതാവിൻ്റെ അടുക്കൽ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്തുകൊണ്ട് എന്നെ കൈവിട്ടു എന്ന്. വളരെ സങ്കടകരമായിട്ടുള്ള ഒരു രംഗമാണിത്. അതിനുശേഷം മർക്കോസ് ഒരു കാര്യം കൂടി, അത് തൊട്ടടുത്ത് തന്നെ ഒരു കാര്യം കൂടി പറയുന്നു. ഇങ്ങനെ യേശു മരിക്കുന്നത് കണ്ടുകൊണ്ട് നിന്ന ഒരു ശതാധിപൻ. ആരാ ശതാധിപൻ എന്ന് പറയുമ്പോൾ? ഒരു റോമൻ പടയാളിയാണത്. 100 പേരുടെ മേൽ അധികാരമുള്ളതായ ഒരു റോമൻ പടയാളി. ഒരു ശതാധിപൻ യേശു ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് പറയുന്നു, ഇവൻ സത്യമായും ദൈവപുത്രൻ ആയിരുന്നു എന്ന്. എന്താണ് ഇതിൻ്റെ അർത്ഥം? യേശുവിൻ്റെ നിലവിളിയും ഈ ശതാധിപൻ്റെ ഈ ഏറ്റുപറച്ചിലും ഇത് തമ്മിലുള്ളതായ ബന്ധം എന്താണ്? പലരും, പല ഹിന്ദുക്കളും മറ്റ് മതക്കാരുമൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, യേശുക്രിസ്തു ഇങ്ങനെ എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ എന്തുകൊണ്ട് കൈവിട്ടു എന്ന് നിലവിളിച്ചെങ്കിൽ ആ നിലവിളിച്ച യേശു എങ്ങനെ ദൈവമാകാൻ പറ്റും? എന്നെ എന്തുകൊണ്ട് കൈവിട്ടു എന്ന് ദൈവത്തോട് യേശു നിലവിളിച്ചുവെങ്കിൽ ആ നിലവിളിച്ച യേശുവിനെ എങ്ങനെ ദൈവമാകാൻ കഴിയും? നിങ്ങൾ പിന്നെ യേശുവിനെ ദൈവമായി ആരാധിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ് എന്ന് അനേകം ആളുകൾ ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഇതിനുള്ള ഉത്തരം? യേശു ഇങ്ങനെ നിരാശയിൽ നിലവിളിച്ചപ്പോൾ അടുത്തു നിന്നതായ ശതാധിപൻ ഇവൻ ഒരിക്കലും ദൈവമല്ല, പ്രവാചകനല്ല, ഇവൻ വെറും കള്ളനാണ് എന്ന് പറയുന്നതിന് പകരം ആ നിലവിളിച്ച യേശുവിനെ പറ്റി പറയുന്നു, ഇവൻ സത്യമായിട്ടും ദൈവപുത്രൻ ആകുന്നു എന്നാണ്. എന്താ നമ്മെ മർക്കോസ് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്? എവിടെയാണ് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം നമുക്ക് ദർശിക്കാൻ കഴിയുന്നത്? യേശുവിൻ്റെ ദൈവത്വം ദർശിക്കാൻ കഴിയുന്നത് യേശു ചെയ്ത അത്ഭുതങ്ങളിൽ അല്ല, യേശു കൊടുത്തതായ രോഗശാന്തികളിൽ അല്ല, യേശു ചെയ്തതായ ചില പ്രകൃതിക്ക് സാധിക്കാത്തതായ ചില അത്ഭുതങ്ങൾ ചെയ്തതിലല്ല. ഉദാഹരണത്തിന് യേശു വെള്ളത്തിന് മീതെ നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതുപോലെ 5 അപ്പം കൊണ്ട് 5000 പേർക്ക് ഭക്ഷണം കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഇങ്ങനെയുള്ളതായ പ്രകൃതിക്ക് അതീതമായിട്ടുള്ളതായ പ്രവൃത്തികൾ ചെയ്യുന്നതിലല്ല യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം അടങ്ങിയിരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം അടങ്ങിയിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിലും അല്ല. ഞാനതിനെപ്പറ്റി കൂടെ പറഞ്ഞിട്ടാണ് ഈ ക്ലാസ് അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് കൊണ്ട് അല്ല യേശു ദൈവമായിട്ട് നമ്മൾ ആരാധിക്കുന്നത്. ദൈവത്വം പ്രത്യക്ഷപ്പെടുന്ന ഒരേ ഒരു രംഗം ഏറ്റവും അധികം പീഡകൾ സഹിച്ച് അപമാനിക്കപ്പെട്ട് എല്ലാവരും തിരസ്കരിക്കപ്പെട്ട് ഒന്നുമില്ലാത്തവനായിരിക്കുന്ന ആ അവസ്ഥയിൽ അവിടെയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ളത്. അവിടെയാണ് ദൈവത്തെ നമുക്ക് ദർശിക്കാൻ കഴിയുന്നത്. ഈ പത്രോസ് യേശുവിൻ്റെ കൂടെ കഴിഞ്ഞ 3 വർഷം ജീവിച്ചവനാണ്. യേശുക്രിസ്തു ചെയ്ത ആ സംഭവങ്ങൾ, അത്ഭുതങ്ങളിൽ പത്രോസിന് യേശുവിൻ്റെ ദൈവത്വം കാണാൻ കഴിഞ്ഞില്ല. പത്രോസിനെ കാണാൻ കഴിഞ്ഞത് യേശുവിൻ്റെ രാജ്യത്വം, ക്രിസ്തു എന്ന അവസ്ഥ, അത് മാത്രമാണ് കാണാൻ കഴിഞ്ഞത്. എന്നാൽ യേശുവിൻ്റെ നിരാശയോടുകൂടിയുള്ളതായ ഈ മരണത്തിൻ്റെ രംഗത്ത് മാത്രമാണ്
യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വം ഒരു മനുഷ്യൻ ഏറ്റുപറയുന്നത്, അതും യേശുവിൻ്റെ കൂടെ നടന്നവനല്ല, ഒരു ശതാധിപൻ, ഒരു വിജാതീയൻ. അപ്പോൾ മർക്കോസ് നമ്മെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ആ പാഠം, ദൈവത്വം എന്ന് പറയുന്നത് നോക്കി അത് കാണാൻ വേണ്ടി മഹത്വപൂർണമായ ആ സ്ഥാനങ്ങളിലേക്ക് പോകരുത്. ദൈവം യഥാർത്ഥമായും വസിക്കുന്നത്, ദൈവത്തിൻ്റെ യഥാർത്ഥമായ സാന്നിധ്യമുള്ളത് ഏറ്റവും അധികം തിരസ്കരിക്കപ്പെടുന്ന ഏറ്റവും വിനീതൻ്റെ അടുക്കൽ മാത്രമാണ്. ഇതാണ് മർക്കോസ് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട പാഠം. അതുകൊണ്ട് ഈ പാഠം പഠിച്ച ആ ശതാധിപൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് റിജക്റ്റ് ചെയ്യപ്പെട്ട് മരിക്കുന്ന യേശു ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട്, കുരിശിൽ മരിക്കുന്ന യേശു ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് പറയുന്നു, ഇവൻ യഥാർത്ഥമായും പത്രോസ് യേശുവിനെ നീ ക്രിസ്തുവാണെന്നല്ലാതെ നീ യഥാർത്ഥമായ ക്രിസ്തുവാണെന്ന് പറഞ്ഞില്ല. ഇവൻ യഥാർത്ഥമായും ദൈവത്തിൻ്റെ പുത്രനായിരുന്നുവെന്ന് ഈ ശതാധിപൻ ഏറ്റുപറയുന്നു. അങ്ങനെ രണ്ടാമത്തെ രംഗം അവിടെ, അല്ലെങ്കിൽ പുസ്തകത്തിൻ്റെ രണ്ടാം ഭാഗം അവിടെ അവസാനിക്കുന്നു. ഒന്നാം ഭാഗം പത്രോസിൻ്റെ ഏറ്റുപറച്ചിലിൽ, രണ്ടാം ഭാഗം ശതാധിപൻ്റെ ഏറ്റുപറച്ചിലിൽ. അതിനുശേഷം ഇത് ഏതാണ് വാക്യം? 15-ാം അധ്യായത്തിന് 39-ാം വാക്യമാണ്. പിന്നീടുള്ള വാക്യങ്ങൾ, അതായത് 15-ാം അധ്യായത്തിൻ്റെ 40 മുതൽ 16-ാം അധ്യായത്തിൻ്റെ 8 വരെയുള്ള വാക്യങ്ങൾ, അത് സുവിശേഷത്തിൻ്റെ കൺക്ലൂഷനാണെന്ന് നമ്മൾ പറഞ്ഞു. അതുകൂടി പറഞ്ഞുകൊണ്ട് നമുക്കിപ്പോൾ അവസാനിപ്പിക്കാം. അപ്പോൾ യേശുവിനെ അടക്കി, മരിച്ച യേശു ക്രിസ്തുവിനെ അവിടെ അടുത്ത് തന്നെ അടക്കി. അതിന് സാക്ഷികളായിട്ട് യേശുവിൻ്റെ ശിഷ്യന്മാരാരും ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നത് കുറേ സ്ത്രീകളാണ്. ഗലീലായിൽ നിന്ന് വന്ന യേശുവിനെ ഇങ്ങനെ പിടിച്ചു കൊണ്ടുപോകുന്നതും എല്ലാം മനസ്സിലാക്കിയ ചില ശിക്ഷകൾ ചില സ്ത്രീകളുണ്ടായിരുന്നു. അവരാണ് യേശുവിനെ അടക്കിയ സ്ഥലം കണ്ടത്. അവർ ദൂരെ നിന്നുകൊണ്ടതെല്ലാം കണ്ടു എന്ന് പറയുന്നു. എന്നിട്ട് 16-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, പ്രഭാതമായപ്പോൾ, അതായത് സാബത്ത് കഴിഞ്ഞു വരുന്നതായ ആദ്യത്തെ പ്രഭാതത്തിൻ്റെ ആദ്യത്തെ നിമിഷങ്ങൾ, ആ സമയമായപ്പോൾ സ്ത്രീകൾ യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൽ സുഗന്ധങ്ങൾ പൂശാൻ വേണ്ടി വന്നു. എന്താണ് ഈ സുഗന്ധം പൂശുന്നതിൻ്റെ അർത്ഥം? യഹൂദന്മാരുടെ ആചാരമനുസരിച്ച് ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ സുഗന്ധങ്ങൾ പൂശി വേണം അയാളെ അടക്കാനെന്നാണ് നിയമം. പക്ഷേ യേശു ക്രിസ്തുവിനെ അടക്കുന്നതിന് മുൻപായിട്ട് സുഗന്ധങ്ങൾ ഒന്നും പൂശിയതായിട്ട് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ പറയുന്നില്ല. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. അവിടെ 2 പേരും, നിക്കോദെമോസും അരിമത്യക്കാരൻ ജോസഫും ഉണ്ടായിരുന്നുവെന്നും അവർ 100 റാത്തിൽ കുന്തിരിക്കം കൊണ്ടുവന്ന് യേശുവിനെ അതിൽ പൊതിഞ്ഞാണ് അടക്കിയതെന്നും യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നു. അത് പറയാൻ കാരണം യോഹന്നാൻ വ്യത്യസ്തമായിട്ടൊരു തിയോളജിയുണ്ട്. ആ തിയോളജി നമുക്ക് ഇവിടെ വെച്ച് ഇതുമായിട്ട് അതിനെ ചേർത്ത് പറയാൻ പറ്റുകയില്ല. കാരണം ഓരോ സുവിശേഷവും അതിൽ തന്നെ ഒരു പൂർണ്ണതയാണ്. ഓരോ സുവിശേഷവും ഒരു പ്രത്യേക ദൈവശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷത്തെ യോഹന്നാൻ്റെ സുവിശേഷം കൊണ്ടോ യോഹന്നാൻ്റെ സുവിശേഷത്തെ മർക്കോസിൻ്റെ സുവിശേഷം കൊണ്ടോ നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുകയില്ല. അങ്ങനെ വ്യാഖ്യാനിക്കുന്ന അനേകം ആളുകളുണ്ട്. അതിൻ്റെ ആ വ്യാഖ്യാനമാണ് നമ്മുടെ ദൈവശാസ്ത്രത്തെ ഇത്രയേറെ വികലമാക്കിയതെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്ന് വെച്ചാൽ ബൈബിൾ വ്യാഖ്യാനിക്കാൻ അറിയാൻ വയ്യാത്ത ആളുകൾ ബൈബിൾ വ്യാഖ്യാനിച്ചാണ് ക്രിസ്തു മതത്തിൻ്റെ വിശ്വാസ സത്യത്തിലും ദൈവശാസ്ത്രത്തിലും വൈകല്യങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്ന സത്യം നമ്മൾ ശരിയായി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മർക്കോസ് സുവിശേഷത്തിലേക്ക് വരാം. അവിടെ ആ സ്ത്രീകൾ യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ സുഗന്ധങ്ങൾ പൂശാൻ വന്നതിന് കാരണമുണ്ട്. കാരണം യേശുവിനെ അടക്കിയ സമയത്ത് യേശുവിൻ്റെ ശരീരത്തിൽ സുഗന്ധങ്ങളൊന്നും പൂശിയിരുന്നില്ല. ഒന്നാമത് അത് റോമൻ പടയാളികളാൽ ചുറ്റപ്പെട്ടതായ ഒരു രംഗമാണ്. മാത്രമല്ല സാബത്ത് തുടങ്ങുന്ന ദിവസമാണ്. അതുകൊണ്ട് അതിന് സമയമില്ല. കാരണം വെള്ളിയാഴ്ച വൈകുന്നേരമാണ് സാബത്ത് തുടങ്ങുന്നത്. വെള്ളിയാഴ്ച വൈകുന്നേരം മുതൽ ശനിയാഴ്ച വൈകുന്നേരം വരെയാണ് സാബത്ത്, അല്ലെങ്കിൽ ശനിയാഴ്ച കഴിഞ്ഞ് ഞായറാഴ്ച നേരം വെളുക്കുന്നവരെയുള്ള സമയമാണ് സാബത്ത്. അപ്പോൾ ആ സമയത്ത് ആർക്കും ഒരു ജോലി ചെയ്യാൻ പറ്റുകയില്ല. അതുകൊണ്ട് ആ സ്ത്രീകൾ യേശു എവിടെയാണ് അടക്കപ്പെട്ടത് എന്ന് കണ്ടെങ്കിലും യേശുവിന് വേണ്ടി ഒരു ശുശ്രൂഷയും ചെയ്യാൻ അവർക്ക് സാധിച്ചില്ല. മാത്രമല്ല യേശുവിന് അടുക്കൽ വരാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. കാരണം ഇവർ യഹൂദ സ്ത്രീകളാണ്.
ഈ പട്ടാളക്കാരുടെ അടുക്കൽ അവർക്ക് വരാൻ ഒരിക്കലും അവർക്ക് കഴിയുകയില്ല. അവരും കുറ്റക്കാരെന്ന രീതിയിൽ പിടിക്കപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. പക്ഷേ നേരം വെളുത്തു, അല്ലെങ്കിൽ വെളുക്കാൻ തുടങ്ങുന്നു, സാബതം അവസാനിക്കാൻ തുടങ്ങുന്നു. അവർ സുഗന്ധവുമായിട്ട് യേശുവിൻ്റെ അടുക്കൽ വരുന്നു. യേശുവിനെ അവർ അവിടെ കണ്ടില്ല. കല്ല് മാറ്റപ്പെട്ടിരുന്നതായിട്ട് കാണുന്നു. അതായത് കവർ മൂടിയിരുന്ന കല്ല് മാറ്റപ്പെട്ടതായിട്ട് കാണുന്നു. അവരോട് അവിടെ വന്ന അവിടെ കണ്ട ആ ദൈവദൂതൻ പറയുന്നു, ഇവൻ ഇവിടെയില്ല. അവൻ നിങ്ങളോട് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് മുൻപേ അവൻ ഗലീലായിലേക്ക് പോകുന്നു. നിങ്ങൾ അവന് ഗലീലായിൽ വെച്ച് കണ്ടെത്തും. ടു ഗലീലി ഓർ ഇൻടു ഗലീലി. നിങ്ങൾക്ക് മുമ്പേ അവൻ ഗലീലയിലേക്ക് പോകുന്നു. എന്താ അർത്ഥം? ഈ യഹൂദന്മാരും റോമക്കാരുമെല്ലാം കൂടി ക്രൂശിച്ച ഈ യേശുക്രിസ്തു, കൊന്ന ഈ യേശുക്രിസ്തു ഒരു പുതിയ രീതിയിൽ, ഒരു പുതിയ അവസ്ഥാവിശേഷത്തിൽ, ഉയർത്തെഴുന്നേറ്റ അവസ്ഥാവിശേഷത്തിൽ തൻ്റെ പുതിയ അല്ലെങ്കിൽ രണ്ടാം ഘട്ട സുവിശേഷ പ്രഘോഷണം ആരംഭിച്ചിരിക്കുന്നു. സോ രണ്ടാം ഘട്ട സുവിശേഷ പ്രഘോഷണത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഹി ഹാസ് ഗോൺ ഇൻടു ഗലീലി എന്ന് പറഞ്ഞിരിക്കുന്നത്. 1:14 നമ്മൾ വായിച്ചു. യേശു മരുഭൂമിയിൽ നിന്ന്, പരീക്ഷണങ്ങൾക്കെല്ലാം ശേഷം യേശു മരുഭൂമിയിൽ നിന്ന് യോഹന്നാൻ ബന്ധനസ്ഥനായെന്ന് കേട്ടപ്പോൾ ഹി വെൻറ്റ് ഇൻടു ജെറുസലേം, ഇൻടു ഗലീലി. ഇൻടു ഗലീലി എന്ന് വെച്ചാൽ അർത്ഥം, ഗലീലായിലേക്ക് എന്ന് വെച്ചാൽ അർത്ഥം സുവിശേഷ പ്രഘോഷണം എന്നാണ്. അപ്പോൾ യേശു തൻ്റെ രണ്ടാം ഘട്ട സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടി ഇപ്പോൾ കാണപ്പെടുന്ന യേശുവല്ല, കാണപ്പെടാത്ത യേശു, ജീവിക്കുന്ന യേശു. മറ്റേ യേശുവിന് ജീവൻ ഉള്ളവനായിരുന്നു ആ യേശുവെങ്കിലും മരണം അദ്ദേഹത്തിന് സാധിക്കുന്നതാണ്. ഇപ്പോൾ ഇനി ഈ യേശുവിന് ഒരിക്കലും മരണമില്ല. ഉയർത്തെഴുന്നേറ്റ യേശു അദൃശ്യനായി വീണ്ടും ഗലീലയിലേക്ക് പോകുന്നു എന്ന് വെച്ചാൽ രണ്ടാം ഘട്ട സുവിശേഷ പ്രഘോഷണം ആരംഭിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് യേശുവിനെ കാണണമെങ്കിൽ യേശുവിൻ്റെ കൂടെ ഈ സുവിശേഷ പ്രഘോഷണത്തിൽ കൂട്ടാളികളാകുകയല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. നമ്മളൊരു കാര്യം പ്രത്യേകം ഓർക്കണം. ഈ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശുവിനെ കണ്ട, ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ട ഒരാളിൻ്റെ കാര്യം പോലും പറയുന്നില്ല എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. യേശുവിനെ, ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാർ കണ്ടു എന്ന് ലൂക്ക പറയുന്നു, മർക്കോസ് അത് പറയുന്നില്ല. ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ശിഷ്യന്മാരുടെ കൂട്ടം, അതായത് 11 പേര് ഒരുമിച്ചിരുന്ന കൂട്ടത്തിൽ യേശു പ്രത്യക്ഷപ്പെട്ടു, അവർ യേശുവിനെ കണ്ടു എന്ന് ലൂക്ക പറയുന്നുണ്ട്, മത്തായി പറയുന്നുണ്ട്, യോഹന്നാൻ പറയുന്നുണ്ട്. പക്ഷേ മർക്കോസ് അത് പറയുന്നില്ല. എന്താ കാര്യം? ഒരാളിനെ പറ്റിയും പറയുന്നില്ല. ഏതെങ്കിലും ഒരു മനുഷ്യൻ ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തുവിനെ കണ്ടു എന്ന് പറയുന്നില്ല. മർക്കോസ് പറയുന്നത് അവനെ കാണും എന്ന് ഫ്യൂച്ചറിലാണ്, ഭാവി കാലത്തിലാണ്. എങ്ങനെയാണ് യേശു ക്രിസ്തുവിനെ കാണാൻ കഴിയും? ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തു ഉണ്ടോ? ഉയർത്തെഴുന്നേറ്റോ? 100% യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള സത്യമാണ്. യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള സത്യമാണ്, 100% സത്യമാണ്. പക്ഷേ ഇങ്ങനെയാണ് ആ ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തുവിനെ കാണാൻ കഴിയുന്നത് ഒള്ളി ബൈ യേശു ക്രിസ്തുവിൻ്റെ ഈ സുവിശേഷ പ്രഘോഷണ പരിപാടിയിൽ നാം അവനോടൊപ്പം പങ്കുചേരുമ്പോൾ അങ്ങനെ നമുക്ക് യേശുവിനെ കാണാൻ കഴിയും. ആ യേശുവിനെ കാണുന്ന ആ കാഴ്ച, ആ ദർശനം എന്ന് പറയുന്നത് ഫിസിക്കലായിട്ടുള്ള, ഭൗതികമായിട്ടുള്ള ദർശനമല്ല. അത് ആത്മാവിൻ്റെ നിറവിൽ ഉണ്ടാകുന്ന ദർശനമാണ്. ആ ദർശനമല്ലാതെ മറ്റൊരു ദർശനവും ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ പറ്റി നമുക്ക് ഉണ്ടാകുകയില്ല. അപ്പോൾ സുവിശേഷത്തിൽ പറയുന്നതെല്ലാം കള്ളമാണെന്നാണോ അതിൻ്റെ അർത്ഥം? മറ്റ് സുവിശേഷങ്ങൾ പറയുന്നതെല്ലാം കള്ളമാണെന്നാണോ? അല്ല. അതെല്ലാം ചില ആളുകൾക്ക് ദൈവം കൊടുത്ത പ്രത്യേകമായ വരമാണ്. അതുകൊണ്ട്, അതായത് എമ്മാവുസിലേക്ക് പോയ 2 ശിഷ്യന്മാർക്ക് യേശുവിനെ കാണാൻ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് ഇന്ന് ജീവിക്കുന്ന നമുക്ക് അങ്ങനെയുള്ള സന്ദർഭത്തിൽ യേശുക്രിസ്തുവിനെ കാണാൻ കഴിയുമെന്നർത്ഥമില്ല. അല്ലെങ്കിൽ 11 അപ്പോസ്തലന്മാർ ഒരുമിച്ച് കൂടിയിരുന്ന ആ കൂട്ടത്തിൽ യേശു പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് പേര് കൂടിയിരിക്കുമ്പോൾ യേശു പ്രത്യക്ഷപ്പെടുമെന്ന് അർത്ഥമില്ല. ഇതെല്ലാം വ്യക്തിപരമായ അനുഭവങ്ങളുടെ സാക്ഷ്യമാണ്. വ്യക്തിപരമായ അനുഭവങ്ങളുടെ ആ വ്യക്തിപരം എന്ന് പറയുമ്പോൾ അവിടെ ആ കൂട്ടത്തിൽ 1, 2, 3, 10, 11 ഒക്കെ ആളുകൾ ഉണ്ടെന്നിരിക്കും. പക്ഷേ അതെല്ലാം വ്യക്തിപരതയാണ് അതിനകത്തുണ്ട്. അതെല്ലാം
ഇന്ന് അതുപോലൊക്കെ ചെയ്താൽ നമുക്ക് യേശുക്രിസ്തുവിനെ കാണാൻ കഴിയുമെന്നുള്ള ആശയമല്ല അവിടെ ഉള്ളത്. യേശുവിനെ കാണാൻ എന്താ മാർഗം? യേശു ആരംഭിച്ചിരിക്കുന്ന ഈ 2ാം ഘട്ട സുവിശേഷ പ്രഘോഷണത്തിൽ യേശുവിനോട് യോജിക്കുക, അതുമാത്രമാണ് യേശുവിനെ കാണാനുള്ള, ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ കാണാനുള്ള ഏക മാർഗം എന്ന് പറഞ്ഞുകൊണ്ടാണ് മർക്കോസ് തൻ്റെ സുവിശേഷം അവസാനിപ്പിക്കുന്നത്. പിന്നീട് 9 മുതലുള്ള വാക്യങ്ങൾ, 16-9 മുതലുള്ള വാക്യങ്ങൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നല്ലോ. അത് മർക്കോസ് എഴുതിയതല്ല, മറ്റ് പലരുമായിട്ട്, അതായത് ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്ന് എടുത്തിട്ടുണ്ട്, യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് ചില കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്, മത്തായിയുടെ സുവിശേഷത്തിൽ ചില കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. അങ്ങനെ മറ്റു ചില സുവിശേഷങ്ങളിൽ നിന്നും പിന്നെ അന്നത്തെ ആളുകളുടെ ചില സാക്ഷ്യങ്ങളിൽ നിന്നുമെല്ലാം ആദിമസഭ എഴുതി സൂക്ഷിച്ചതായ കുറേ വാക്യങ്ങളാണ് 16:9 മുതലുള്ളതായ വാക്യങ്ങൾ. അപ്പോൾ ഇതാണ് മർക്കോസിന് അന്തിമമായിട്ട് നമ്മോട് പറയാനുള്ളത്. എന്ത് വേണം? സുവിശേഷം വായിക്കുന്ന എന്തിനാണ്? യേശുവിൻ്റെ സുവിശേഷ പ്രഘോഷണത്തിൽ പങ്കുചേരുക. അവിടെ നമ്മൾ യേശുവിനെ കാണും. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. 1-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ യേശു ശിഷ്യന്മാരെ കാണുന്ന ശിമയോനെയും അന്ത്രയോസിനെയും കാണുന്ന രംഗം, പിന്നെ മറ്റ് 2 പേരെ, പിന്നെ ലേവിയെ കാണുന്ന രംഗങ്ങളെല്ലാം ഉണ്ടല്ലോ. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അവിടെ ആദ്യം പറയുന്നത് യേശു അവരെ കണ്ടു. അതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്ക് ഞാൻ പറഞ്ഞു, ഹൊറാവോ എന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. യേശു പത്രോസ് എങ്ങനെ ഇരിക്കുന്നു എന്നോ, അവൻ്റെ കളർ എന്താണെന്നോ, അവൻ്റെ രൂപം എന്താണെന്നോ, അവന് കഷണ്ടി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതും അല്ല യേശുവിനെ കണ്ടത്. യേശു പത്രോസിൻ്റെ ആന്തരികതയിൽ ദൈവത്തിൻ്റെ ശിഷ്യത്വം, അല്ലെങ്കിൽ യേശുവിൻ്റെ ശിഷ്യത്വം എന്ന് പറയുന്ന വിത്ത് അവൻ്റെ ആന്തരികതയിൽ വിതയ്ക്കപ്പെട്ടിരിക്കുന്നു എന്ന് യേശു കണ്ടു. അവനെ വിളിച്ചു. അങ്ങനെ മറ്റെല്ലാവരെയും യേശു അവരെ കണ്ടു, അവരെ വിളിച്ചു. ഇവിടെ എന്താ പറയുന്നത്? നിങ്ങൾ അവനെ കാണും. ഇവിടെ ഫ്യൂച്ചറാണ്, ഭാവിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അത് തന്നെയാണ്, ഹൊറാബോ എന്ന വാക്ക് തന്നെയാണ്. അപ്പോൾ ആരാണ് ശിഷ്യൻ? ശിഷ്യൻ എന്ന് പറയുന്നതിനാൽ ശിഷ്യനെ പറ്റി നമുക്ക് ഏതാണ്ട് ഈ രീതിയിൽ ഡിഫൈൻ ചെയ്യാൻ കഴിയും. യേശുവിനാൽ കാണപ്പെട്ട് യേശുവിനെ അനുഗമിച്ച് യേശുവിനെ കാണാൻ വേണ്ടി യാത്ര ചെയ്യുന്ന മനുഷ്യൻ, അവനാണ് യേശുവിൻ്റെ ശിഷ്യൻ. നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം.